മരുന്ന് കഴിക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഷുഗർ കുറക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന ചില ഭക്ഷണങ്ങളായിരിക്കും നിങ്ങൾക്ക് ഷുഗർ കൂട്ടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് അത് ഒഴിവാക്കേണ്ടതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബാസ് ആരോഗ്യ ക്ലിനിക് പെരിന്തൽമണ്ണ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷുഗർ ഉള്ളവർ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഷുഗർ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഭക്ഷണങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഷുഗർ ഉള്ള എല്ലാവർക്കും അറിയാം മധുരം എന്നുള്ളത് നിർബന്ധമായി ഒഴിവാക്കേണ്ട ഒന്നാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും ഹിഡൻ ആയിട്ട് ഷുഗർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പാക്ക്ഡ് ആയിട്ടുള്ള ജ്യൂസോ അതുപോലെ പെപ്സി പോലെയുള്ള എന്തെങ്കിലും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ ഷുഗറും വളരെ ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ പൊതുവേ ഉള്ളൊരു ശീലമാണ് നമ്മൾ ഹെവി ആയിട്ടൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നത് ശീലമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഒ പിയിലൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭക്ഷണക്രമങ്ങളൊക്കെ നല്ല രീതിയിലാണ് നോക്കുന്നത്, എൻ്റെ ഷുഗർ ഞാൻ കൺട്രോൾ ചെയ്യേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇടനേരങ്ങളിൽ, അതായത് രാവിലെ ഒരു 11 മണിക്കോ അല്ലെങ്കിൽ വൈകിട്ട് ചായക്ക് പകരം അവർ ജ്യൂസാണ് കുടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെയാണ് ഞാൻ കുടിക്കുന്നത് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട് റോ ആയിട്ട് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടകാരിയാണ് ഈ ഷുഗർ ഉള്ളവർക്ക് ജ്യൂസ് കുടിക്കുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റ് അല്ലെങ്കിൽ നാര് ഈ ഫ്രൂട്ട്സിൽ അധികമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഫൈബർ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ജ്യൂസ് അടിക്കുമ്പോൾ ഈ ഫൈബർ കണ്ടൻറ്റ് കുറയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റോ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ അളവിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. ഇത്തരം ജ്യൂസുകൾ മധുരം ഇടാതെയാണെന്നുണ്ടെങ്കിലും ജ്യൂസായിട്ട് കുടിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കണം എന്നറിയാം. അപ്പോൾ കേക്ക്, ബിസ്ക്കറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒഴിവാക്കും. പക്ഷെ ബേക്കറി ഐറ്റംസ് ആയിട്ടുള്ള മിക്സ്ചർ, ചിപ്സ് ഇതിലൊന്നും മധുരം ഇല്ലല്ലോ, ഇത് കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇതിലടങ്ങിയിട്ടുള്ള മൈദ അല്ലെങ്കിൽ ഇത് വറുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ ഇതിലെല്ലാം ധാരാളം ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി മൈദ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൂടാനായിട്ട് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ഈ പൊറോട്ട, ന്യൂഡിൽസ്, പാസ്ത പോലെയുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മധുരം പോലെ തന്നെയാണ് നിങ്ങൾ സോൾട്ട്, ഉപ്പും കൂടി കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റീസ് നല്ല രീതിയിൽ കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ പതിയെ അത് നമ്മളെ ഓരോ ഓർഗൻസിനെയും ബാധിക്കാൻ തുടങ്ങും. നമ്മുടെ രക്തക്കുഴലുകളെ ബാധിക്കും, അതുപോലെ ഞരമ്പുകളെ ബാധിക്കും, കിഡ്നീനെ ബാധിക്കും, ഹാർട്ടിൻ്റെ ഫങ്ഷൻസിനെല്ലാം ബാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഡയബറ്റിസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത് പതിയെ ഈ കിഡ്നി ഫെയിലിയറിലേക്കും അതുപോലെ തന്നെ BP കൂടാനൊക്കെ കാരണമാവുന്നുണ്ട്. ഇപ്പോൾ ഈ ബേക്കറി ഐറ്റംസിൽ, ഉപ്പുള്ള ബേക്കറി ഐറ്റംസ്, അതുപോലെയുള്ള ഉപ്പ് കൂടുതലുള്ള പപ്പടം, അതുപോലെ ഉണക്കമീൻ, അച്ചാറ് പോലെയുള്ള ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടി ഒഴിവാക്കുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഷുഗർ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടായിരിക്കും ഈ കിഡ്നിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കൂടുതലായിട്ട് ഉപ്പൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിഡ്നി ഡാമേജിലോട്ടൊക്കെ നയിക്കാൻ കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പാൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള പാല് ഒഴിവാക്കുക. ലോ ഫാറ്റ് മിൽക്ക് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. പൊതുവേ പറയും ഫ്രൂട്ട്സ് നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ്, ഒരുപാട് വൈറ്റമിൻസും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പഴുത്ത രീതിയിലുള്ള ഫ്രൂട്ട്സുകളോ അതുപോലെ തന്നെ ഒരുപാട് അധികം ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഞാൻ
ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത്തരം ഭക്ഷണങ്ങൾ നിർത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷുഗർ ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഷുഗർ ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് പച്ചക്കറികളാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ഫുഡിൽ നിങ്ങൾക്ക് സാലഡായിട്ടോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച രീതിയിലോ നിങ്ങൾക്ക് പച്ചക്കറികൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഇലക്കറികളാണ് ഒന്നുകൂടെ ബെസ്റ്റായിട്ട് പറയുന്നത്. ചീര, മുരിങ്ങയില പോലെയുള്ള ഇലക്കറികൾ ഇത് ലോ കലോറിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള, നാരടങ്ങിയിട്ടുള്ള പച്ചക്കറികളാണ്. ഇത്തരം പച്ചക്കറികൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഷുഗർ സ്പൈക്ക് അത് കുറക്കും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നേരത്തെ പറഞ്ഞ പോലെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക. അതായത് ആപ്പിള്, പേരക്ക, അതുപോലെ ഓറഞ്ച്, പിന്നെ കിവി, പപ്പായ, ഈ ഫ്രൂട്ട്സൊക്കെ ലോ ഗ്ലൈസീമിക് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് നിങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈബറിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണിത്. ഇത് നിങ്ങളെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഷുഗർ കുറക്കാനും വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഷുഗർ ഉള്ളവർ പറയുന്ന ഒരു പരാതിയാണ്, ഇപ്പോൾ ഇതുപോലെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിക്കുമ്പോൾ അവർക്ക് വളരെ കുറച്ചേ കഴിക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ഷുഗർ ഉള്ളവർ അവർ പോഷൻ കൺട്രോൾ ചെയ്യണം. ചെറിയ അളവിലാണ് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ 3 നേരം കഴിക്കുന്നതൊക്കെ ഡിവൈഡ് ചെയ്ത് ഒരു 4 നേരമോ 5 നേരമോ ആയിട്ട് കഴിക്കാൻ നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് കുറക്കുക എന്നുള്ളതാണ്. കൂടുതലായിട്ട് ഫൈബർ, നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻലി ഷുഗർ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കുറച്ച് അതിനനുസരിച്ച് നിങ്ങൾ പ്രോട്ടീനൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് വിശക്കുന്നത് നമുക്ക് കുറക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ ചിക്കനും മുട്ടയൊക്കെ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കാതെ നിങ്ങൾക്ക് കറി വെച്ച് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ പയറ് മുളപ്പിച്ചത് നിങ്ങൾക്ക് സാലഡിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചോ കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കൂടുതലായിട്ട് പ്രോട്ടീൻ സോഴ്സായിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചോളം, പിന്നെ പരിപ്പ്, ഇതൊക്കെ കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോറ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തവിടുള്ള അരി, മട്ടരി പോലെയുള്ള തവിടുള്ള അരി കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതുപോലെ ഷുഗർ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് ഓട്സ്, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഓട്സ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ചാമ, തിന പോലെയുള്ള മില്ലറ്റ്സ് നിങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഭക്ഷണത്തിൽ നിന്ന് വളരെ സ്ലോ ആയിട്ടാണ് ഈ ഷുഗർ റിലീസ് ചെയ്യുന്നത്. വളരെയധികം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇതുപോലെയുള്ള തവിടുള്ള മട്ടരി, അതുപോലെ ഓട്സ്, പിന്നെ റാഗി, അതും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഓട്സ് കഴിക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ഷുഗർ ലെവൽ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പട്ട ചെറിയ രീതിയിൽ പൊടിച്ച് ഓട്സിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഷുഗർ കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ചായ കുടിക്കുമ്പോൾ അതിലും ചെറിയ രീതിയിൽ ഈ പട്ടയുടെ പൊടി ആഡ് ചെയ്യുന്നത് ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ കൂട്ടുകയും നിങ്ങൾക്ക് ഈ ഷുഗർ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇതുപോലെയുള്ള പട്ടയുടെ പൊടി നിങ്ങൾ ഓട്സിലോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചായയിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നല്ല കൊഴുപ്പ്, ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇത് നട്ട്സിൽ അത് ബദാം, വാൾനട്ട്, പിസ്ത പോലുള്ള നട്ട്സിൽ നല്ല രീതിയിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ഈ നട്ട്സ് എന്ന് പറയുന്നത്. ഇത് ഷുഗർ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് കുറക്കാൻ വേണ്ടി ഈ നട്ട്സ് സഹായിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഇടനേരങ്ങളിൽ ഒരു സ്നാക്കായിട്ട് ഇതുപോലെ ഒരു പിടി എന്തെങ്കിലും ഒരു നട്ട്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്സ് ഒക്കെ കഴിക്കുന്ന ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ നട്ട്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്, അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതായത് ചെറു മത്സ്യങ്ങൾ, അയില, മത്തി പോലെയുള്ള മത്സ്യങ്ങൾ,
അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചണവിത്ത്, ചിയാ സീഡ്സ്, ഇതിലൊക്കെ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ, നിങ്ങളെ ഹാർട്ടിൻ്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് സീഡ്സ്, ചിയാ സീഡ്സ്, അതുപോലെ ഈ ചെറു മത്സ്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പതിയെ നമ്മൾ പല അവയവങ്ങളിലെയും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ കുറക്കാനായിട്ട് ഇതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഷുഗർ ഉള്ളവർ കഴിക്കേണ്ടതും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ചിലരുണ്ട് ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതെ, ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറച്ചുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നവർ. അത്തരം ആളുകളിൽ ശരിക്കും ഷുഗർ കുറയുന്നില്ല. അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതെ, ചിലപ്പോൾ ഒരു നേരം ഒന്നും ഭക്ഷണം കഴിക്കാതൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ്, എന്നിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു ഷുഗർ സ്പൈക്കാണ് ഉണ്ടാവുന്നത്, പെട്ടെന്ന് ഷുഗർ കൂടുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ചെറിയ അളവിലാണെങ്കിലും ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു 5 നേരമൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന അളവിലും അതുപോലെ സമയത്തിലും ഈ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് കിടക്കുന്നുണ്ട്. അതുപോലെ ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സമയം, അത് കഴിക്കുന്ന അളവ്, എന്തൊക്കെയാണ് അവർ കഴിക്കുന്നത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുകയും. അതായത് നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ മസിലിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഈ അധികമുള്ള ഷുഗർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര മരുന്ന് കഴിച്ചിട്ടും ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം കോറിലേറ്റഡ് ആണോ, നിങ്ങൾ മരുന്നും അതുപോലെ ഭക്ഷണവും അതുപോലെ തന്നെ എക്സസൈസും ഒരുമിച്ച് കൊണ്ടുപോയാലേ ഷുഗർ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക. കൃത്യമായിട്ടുള്ള ഉറക്കം, കൃത്യമായിട്ട് ഒരു ദിവസം 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. ടെൻഷനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും യോഗയോ മെഡിറ്റേഷനോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബീസിൽ കുറച്ച് സമയം ഏർപ്പെട്ടാൽ നിങ്ങളിതുപോലുള്ള സ്ട്രെസ്സും ടെൻഷൻസും കുറക്കാനായിട്ട് സാധിക്കും. ഷുഗർ ഉള്ളവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു കൃത്യമായ ഒരു റുട്ടീനിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ വളരെയധികം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയോ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബാസ് ആരോഗ്യ ക്ലിനിക്, പെരിന്തൽമണ്ണ.